Hello my guys, today morning 11 o'clock. കണ്ടു കഴിഞ്ഞാൽ രാവിലെ 5:30 ആണെന്ന് തോന്നുന്നു. പെരും മഴയാണ്, മുഖത്തോട്ട് ഭയങ്കര വെള്ളം തരികയാണ്. Hello my guys. എന്താല്ലേ ഞാന് നേരത്തെ ഹലോ മൈ ഗൈസ്, കാറ്റടിച്ചാൽ ഉണക്കാട്ടതൊക്കെ പൊളിച്ച് പഠിച്ചോ ഐഫോൺ 3 കണ്ടുകൾ ഒക്കത്തിന് ജീവൻ വെച്ചു. മാനിച്ച് ചത്തി കിടക്കായിരുന്നു. ഇത് ക്ലീൻ ആയി നോക്ക്. ക്ലീൻ ആയിക്കോളൂല്ലേ. പക്ഷെ നെറ്റ് ക്ലീൻ ആവാൻ എന്താ ചെയ്യാന്ന്. നിങ്ങളെ കൂക്കും വിളിയുമ്പോ തീർന്നോ മഴ? നേരത്തെ ഞാൻ അങ്ങനെ മേലങ്ങനെ പൊടിക്കാറ്റ് കണ്ടപ്പോഴേ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ഹലോ മൈ ഗൈസ്, സൂപ്പർ മാർക്കറ്റിൽ വെള്ളത്തിന് മുമ്പാക്കട്ടെ. വെള്ളത്താകട്ടെ പോണത്. ഞാനൊരു സെന്ററിലാവുന്ന ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. മിന്നറിയുണ്ടോ? ഹലോ മൈ ഗൈസ്, സ്വസ്ഥമായിട്ടൊരു വീഡിയോ എടുക്കാനായിക്കൂല, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പതാ നല്ലൊരു മഴ കണ്ടപ്പോൾ അങ്ങനെ വ്ലോഗ് എടുത്ത് തുടങ്ങിയതാട്ടോ. ഇക്കായിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഞാനും അതും അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. എവിടെ വരെ എത്തുന്നതൊന്നും അറിയാൻ പാടില്ല. ഹെൽത്ത് വൈസ് ഒന്നും നമ്മൾ ഓക്കെയൊന്നും അല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് എല്ലാം അങ്ങനെ കിടക്കണം. ഒന്നും അതിൻ്റെ ഒരു കറക്റ്റിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അപ്പം മഴ എന്തൊക്കെ കണ്ടു. അപ്പം എന്തായിരുന്നാലും നമുക്ക് റീസ്റ്റാർട്ട് വേണമല്ലോ. അപ്പം ഇക്കങ്ങനെ എടുത്തപ്പോൾ പിന്നെ ഞാനും എന്നാൽ പിന്നെ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു പോലെ ചെയ്യാമെന്ന് കരുതിയിട്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കാര്യം, ഒക്കെ ഒന്ന് പഴയ ഒരു ഇതിലേക്ക് റൊട്ടീനിക്ക് വരണം. അതിൻ്റേതായിട്ടൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ആവണുണ്ടായിരുന്നില്ല. കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പനി വിട്ടു, കുട്ടികളും എല്ലാവർക്കും ചുമയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അത് നമ്മളങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും മഴയൊക്കെ കണ്ടപ്പോൾ മാഷാ അല്ലാ ഒരു സന്തോഷം, ഒരു എന്താ പറയുക, ഒന്ന് മൈൻഡൊന്ന് ഇതായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ ക്ലോസാണ്. അങ്ങനത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഇങ്ങനെ മഴ ഉള്ള സമയങ്ങളിലൊന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ കൂടെയൊന്നും അധികം ഈവനിങ് നൈറ്റിലേക്കൊക്കെയാണ് മഴ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാച്ചാലും ഇക്ക ഷോപ്പിൽ തന്നെയാവും. അപ്പോൾ ഇക്ക ഇവിടെ ഉള്ളൊരു ദിവസം ഫസ്റ്റ് ടൈമിലാണ്. അതാണ് അതിൻ്റെ ഒരു കറിക്കൂവലൊക്കെയാണ് ഇക്ക കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെന്തായിരുന്നാലും ഇക്ക ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിലേക്ക് പോകാത്തതിനെ കൊണ്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു നമ്മളൊരു നാടൻ കോഴിയുടെയൊക്കെ ഒരു ഫീൽട്ടാ. ബോൺസിനൊക്കെ ഭയങ്കര ബലം ഇതൊക്കെ ആയിട്ട് നമ്മൾ മറായിയുടെ ചിക്കനാണ് ഞാൻ ഇതുവരെ ഇവിടെ ഞാൻ യൂസാക്കിയിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൽ നിന്ന് എടുക്കണമായിരുന്നു. അപ്പോൾ ഇക്കന്നെ വന്നിട്ടാണ് പിന്നെ എനിക്കത് ചെയ്ത് തരുന്നത് കേട്ടോ. എൻ്റെ കരട്ടിൽ ഇവിടെ വെച്ചാലും കൂടി വെട്ടിക്കൊണ്ടുപോകാം. എന്താ ഉദ്ദേശിക്കണത്? വരട്ടല്ലേ?
ജന്മത്തിൽ പരിവർത്തതായിരുന്നു. അങ്ങനെ ഇങ്ങനെ തിരിച്ചു അത് വേണ്ട, അയച്ചുക്ക് കൊടുക്ക. അവന് ചെസ്റ്റ് പീസ് കൊടുക്കണം. വേണ്ട, എല്ലുണ്ടായിക്കോട്ടെ. ടേസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ അപ്പൊ കുറെ പേര് ഉണ്ടാവൂലേ? വിരിച്ചെടുക്ക്. അറിയില്ല അങ്ങനെയല്ലേ? പോരെ ഉച്ചാരണത് പോരെ? ഇതിന് വലിയ ഭർത്താനാണ് എന്റെ മരുകളാണ്. ഇക്കായിട്ട് തന്നെ വന്നിട്ട് കട്ടാക്കി തരുന്നതിനെ കൊണ്ട് എന്തും പറഞ്ഞാലും അത് ഏഷ്യൊന്നുമില്ല. അതിനെ കൊണ്ടാണ് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ നല്ല കോലത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെയല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ കരുതുട്ടോ, പല ആളുകളും പല ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും നമ്മളെ വീഡിയോസ് കാണണോരോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയിൽ അങ്ങനെ ആയിരിക്കും. അപ്പം അതിനെക്കൊണ്ടാണ് ഞാനതിങ്ങനെ മെൻഷൻ ചെയ്തിട്ട് പറയണത്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാണ്ട് അങ്ങനെയോ അല്ല. ഇക്കൊന്ന് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇക്ക വേറെ പ്രഷറിലാണെന്നുണ്ടെങ്കിൽ ശ്വാസം പോലും വിടുന്നത് ആരും കേൾക്കില്ല. അതാണ് അവസ്ഥ. പക്ഷെ അങ്ങനെ തന്നെയാണ് എപ്പോഴും എന്നുള്ളതും അല്ല. മനുഷ്യനല്ലേ, ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ വൈബായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ എപ്പോഴും ഒരാൾക്ക് ഒരേ ഒരു മൂഡിലിരിക്കാൻ പറ്റൂല അല്ലേ, പല മാതിരിയായിരിക്കും. അപ്പോൾ കഥ പറഞ്ഞിട്ട് ചിക്കൻ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്കഥ പൂവലായി. പപ്പ ലീവിങ് ഹോമാ? ഈ കുന്തത്തിൽ വെച്ചിട്ടുണ്ട്. ഈ കുന്തം എന്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ സാധനങ്ങളുണ്ട്. ഗിംബലൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ മാത്രമായോ? ഗിംബലിന് വരെ തലമിന്നാൻ തുടങ്ങി. അതിനായിട്ട് തല ചുറ്റാണ്ടിരിക്കണ്ട. പറയാൻ പാടില്ല. ചെരുപ്പ് ഉള്ളിൽ ഇടൂലെന്നാ? കുടിക്കേ കള്ളി കൂടുമ്പോഴാണ് എന്റെ ചരിത്രം ഉണ്ടാ ചെറുപ്പിന് നടത്തുന്നത്. എപ്പോഴാ? അപ്പൊ 5. ഇക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആവശ്യം അങ്ങനെ ടൈം പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ആള് കറക്റ്റിലൊന്നും വരില്ല. നോർമലി വരലില്ല. പക്ഷേ ഇപ്പം തരുന്നാലും അത്ര സമയമൊന്നും നിൽക്കാനുള്ള ഹെൽത്ത് വൈസിൽ അങ്ങനെയൊന്നും ആവില്ല. പെട്ടെന്ന് എന്തായാലും വരണ്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറിയും കാര്യങ്ങളും ഒക്കെ ആക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓരോന്ന് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് പൂളയും ഒക്കെ, കുറച്ച് പൂളയൊന്നല്ല, ഒരെണ്ണം ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഫ്രീസർക്ക് വെക്കണം. ഫ്രീസർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോൾ വേണേലും എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ് ഫീല് കിട്ടും. കേടാവുകയില്ല. ഒരു നീല വര വരുമല്ലോ, അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കന് ഓരോ സമയത്തേക്കുള്ളത് ഞാനിങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് പനി ഇതൊക്കെ ആയപ്പോഴേ ഇച്ചൂക്ക് അതിൽ പോയപ്പം ഇമ്മ്യൂണിറ്റി കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു
ചെസ്റ്റ് പീസ് ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈവനിങ്ങിലേക്കുള്ള കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഈ അടുത്ത നേരത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടും ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക വരുമ്പോഴത്തേനും അതാക്കണം. അപ്പോൾ അതിലൊക്കെ ഓടി കളിക്കുന്നുണ്ട്, ഇച്ചുവിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും സെറ്റാക്കണം. അങ്ങനെ എന്താ പറയുക, ഒരു ഓട്ടർ റേസിലൊന്നും അല്ല പോകുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഒരു കഥയായിരുന്നു ഈ സമയങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഇക്ക ഇന്ന് മോർണിംഗിൽ ഇന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ബക്കാലയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂസ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞത്, ഇതെന്താ ചെയ്യാന്ന് പോലും ഇക്കക്ക് എന്തായിരുന്നാലും അറിയണ്ടാവില്ല, എനിക്കും അറിയണില്ല കേട്ടാ എന്താക്കും എന്നുള്ളത്. എന്തായിരുന്നാലും ഞാനത് കട്ട് ചെയ്തിട്ട് തൂമ്പിച്ചൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വെജിറ്റബിൾസ് നോർമലി എല്ലാവരും കഴിക്കൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ കുമ്പളുണ്ടായതിനെ കൊണ്ട് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഇവിടെ ഒരു അറബിയുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഞാനത് വെച്ചിട്ട് കുമ്പളം വെച്ചിട്ട് തന്നെ ഞാൻ കറി ഉണ്ടാക്കി. ചിക്കൻ ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാല ആക്കി വെച്ചിട്ട് പിന്നെ അത് ഞാൻ വരട്ടാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ, കറി പോലെ. പിന്നെ അതാ അപ്പൂന് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവൻ്റെ ബോട്ടിലായി മൊത്തത്തിൽ അവന് തരിപ്പ് പോവുകയാണ്. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ അവന് സ്പൂണിലാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ താഴെ വെക്കാൻ നോക്കി കഴിഞ്ഞാൽ ആളിരിക്കില്ല, നിൽക്കില്ല, ഒന്നുമില്ല. നല്ല ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. അവന് ചിരിക്കണേയും കളിക്കണേയും മാത്രമല്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അവനെ നല്ലോണം ഇട്ടിട്ട് നമ്മൾ ഇക്ഷ എല്ലാം പഠിപ്പിക്കും കേട്ടോ. അങ്ങനെ അവനെ സെറ്റാക്കിയിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പനീൻ്റെ അതൊക്കെ ആയിട്ട്. അപ്പോൾ അവനെ ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പൂളുണ്ടല്ലോ അത് ക്ലീനാക്കിയിട്ട് വെക്കാമെന്ന് കരുതി. അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അത് കേടായി പോവുമല്ലോ എന്ന് കരുതിയിട്ട് ആകെ ഒരെണ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് കണ്ടപ്പോൾ കരുതിയിരുന്നത് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഞാനത് വെച്ചിട്ട് ഇറച്ചിയും പുളിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അത് എനിക്കിഷ്ടം നമ്മൾ കടുക് വറുക്കൂലേ അതായിരുന്നു. അപ്പം അതിനും രണ്ടും ഇക്കൊക്കെ അങ്ങനെയും ചെയ്തു, എനിക്ക് കടുക് വറുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അത്രയും ഭയങ്കര പ്രയോറിറ്റിയാണല്ലോ ഇതിനൊക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് ചുമയുടെ ഇതിൻ്റെയൊക്കെ മരുന്ന് കഴിച്ചിട്ട് കിടക്കണോണ്ട് കുറച്ച് സമയമൊക്കെ ഉറങ്ങും. സൗണ്ടൊന്നും കേൾക്കാണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും, എന്നാലും ഇടയ്ക്കെണീക്കും. അപ്പോൾ കുറച്ച് പാൽ കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങനെ ഉറങ്ങിക്കോളും. പിന്നെ അത് ആ പൊടികളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ ആക്കി വെക്കലാന്ന് കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമുക്കൊന്നും ഇല്ലല്ലോ, കുക്കിങ്ങൊന്നും ഇല്ല. ഞാൻ ഫുഡ് പോലും കഴിക്കലുണ്ടായിരുന്നില്ല ഇവർക്കും കൂടെ വയ്യായിക വന്നപ്പോഴേ. അതുപോലെ അരി വാങ്ങിയത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ റൈസ് പിന്നെ നമ്മൾ പനിയൊക്കെ ആയിരുന്നപ്പോൾ കഞ്ഞി മാത്രമായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് വേവണേനുള്ളത് വേറെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. സാധാരണ വാങ്ങിക്കണമല്ല, എന്തോ ഒരു രസമില്ലാത്ത, എനിക്കങ്ങനെ റൈസിൻ്റെ ഒരു ഇതൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്യലൊന്നുമില്ല. പക്ഷേ ഇതെനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഇക്കാക്കും ഞങ്ങൾക്ക് ആർക്കും വല്ലാണ്ടൊന്നും പിടിച്ചിരുന്നില്ല. പിന്നെ കഞ്ഞി അല്ലെന്ന് കരുതിയിട്ട്, പിന്നെ പനി അതിനെ കൊണ്ടാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ദാട്ടൻ്റെ നാഴി, അങ്ങനെ 2-3 ഐറ്റംസ് നാഴികളുണ്ട്. കാര്യം നമ്മൾ ഇവിടെ വാങ്ങിക്കുന്ന സ്വീറ്റ് കോണും പിന്നെ പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വാങ്ങിക്കുമ്പം
അതിൻ്റെ ടിന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ സൈസിലുള്ളത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതൊക്കെ മതിയിലോ, അല്ലാണ്ട് അപ്പോൾ ഒറിജിനൽ നാഴിയൊന്നും കിട്ടൂലല്ലോ. പിന്നെ മെഷർമെൻ്റ് കപ്പൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കപ്പ ക്ലീനാക്കിയിട്ട് കഴുകി അങ്ങനെ അങ്ങനെ ഇതാവൂലേ, അങ്ങനെ ആരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ഫ്രീസർക്ക് കയറ്റിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഇതായിട്ട് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇക്കൊക്കെ അങ്ങനെ എനിക്കിങ്ങനെയും അങ്ങനെ കേട്ടോ, അല്ലാണ്ട് ലാവിഷായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യലുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോകും. പിന്നെ അങ്ങനെ കുക്കിങ്ങും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയണ പോലെയൊക്കെ ഒന്ന് ഇതാക്കി പിന്നെ ഇങ്ങനെ വെക്കണ്ട. നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ, ആര് വരാനോ അല്ലെങ്കിൽ വേറെ നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഉണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ആക്കി. പിന്നെ തന്നിട്ടാ ഒരുപാട് മരുന്ന് ഞങ്ങൾ 4 പേർക്കും കൂടായിട്ട് ഞാൻ 1-2 ദിവസം കഴിച്ചുള്ളൂ. എനിക്ക് വന്ന് 2-3 ദിവസമൊക്കെ മക്കൾക്ക് വന്നതിനെ കൊണ്ട് പിന്നെ എൻ്റെ പനിയൊക്കെ ഏതിൽ പോയി എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാനധികം മരുന്നൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു കടപ്പിലായപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ അതൊക്കെ അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണല്ലോ. അപ്പോൾ ഞാനത് അതൊക്കെ ഇതാക്കിയിട്ടോ ഓപ്പൺ ആക്കിയത് പിന്നെ നമുക്ക് എടുക്കാനും പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടെ വെക്കലുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്കൊന്ന് മിഠായി കഴിക്കണം, എന്തെങ്കിലും മധുരം കഴിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു. ചുണ്ട ടാബും കാര്യങ്ങളൊക്കെ കാലിയായിട്ടുണ്ട്. ഞാൻ മരുന്ന് കഴിക്കുമ്പോഴും ഓലൊക്കെ കഴിക്കുമ്പോഴൊക്കെ മിഠായിയൊക്കെ കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് ഷൂമൊക്കെ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അല്ലാതെ ഒരുമിച്ചിട്ട് തന്നെ എന്തായാലും അപ്പോൾ ഉറങ്ങാന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാത്റൂമും ഒക്കെ ഒന്ന് ഒരു ചെറിയ രീതിയിൽ എല്ലായിടത്തും ഒന്ന് കൈയൊക്കെ ഒന്ന് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എല്ലാതും ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി തുടക്കാനുണ്ട്, ഞാൻ തുടച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് തുടക്കലും കൂടി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുമെന്ന് കരുതുന്നുണ്ട്. ഞാൻ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ അറൗണ്ട് ഒരു വിധത്തേക്കൊക്കെ ആയി. അപ്പത്തിനും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നതും പോയതും ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ, ഒന്നും നമുക്ക് എന്താ പറയുക, ഒന്നും പ്ലാനഡ് അല്ല. ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ നടന്നിങ്ങനെ പോകണേണ്. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡിലേക്ക് അതൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പിന്നെതാ അപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇക്കൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പോൾ എണീറ്റിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവനായിട്ടും കുറച്ച് സമയം അങ്ങനെ അവനിപ്പോൾ എത്താത്തവിടൊന്നുമില്ല, എല്ലായിടത്തും എത്തും. നല്ല കുറുമ്പും വാശിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് സമയമൊന്നും അതൊന്നും നിൽക്കൂല കേട്ടോ. കുറച്ച് സമയം ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒരൊറ്റ ആർക്കലിൽ അത് തീർക്കും. ഒരൊറ്റ ഇറുമ്പലാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഇറുമ്പിയിട്ട് അവനെ തീർക്കും. അല്ലാണ്ട് ഇങ്ങനെ ചില കുട്ടികളുണ്ടാവുമല്ലോ കരഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരുപാട് ഞാൻ കരയിക്കാൻ നോക്കലില്ല. ഇക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻ കാരണമായിരിക്കും മിക്കപ്പോഴും കുട്ടികൾ നമുക്ക് പോലെ കെയർ ചെയ്യാൻ പറ്റാത്ത വേറെ തിരക്കിൽ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ. ഇവിടെ പിന്നെ ഇവരൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നമ്മുടെ ഓരോ ദിവസം. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അപ്പം എണീറ്റ് അപ്പോൾ പഴം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പൂള ഇതാക്കിയപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കിട്ടിയ പഴം കേട്ടോ, ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ അതൊന്ന് കഴിക്കാൻ ഈവനിങ്ങിലേക്ക് അപ്പൂക്കും ഇച്ചൂക്കും ഒക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ട്
അപ്പോൾ ഞാൻ അതൊന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് അവർക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് വേണം. അപ്പോൾ കഴിക്കില്ലെന്ന് അറിയില്ല, പനി മാറിയതിനൊക്കെ ഒന്നിനൊരു ടേസ്റ്റൊന്നും എനിക്ക് തന്നെ ഒന്നും കഴിക്കാൻ കഴിയണില്ല. പിന്നെ പറയണ്ടല്ലോ കുട്ടികളുടെ കാര്യം എന്താണെന്നുള്ളത്. ഞാൻ ഇത് ഷൂവ് ഇങ്ങനെ പുറത്ത് വിൻഡോ ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം വെക്കണം. എനിക്ക് ഞാൻ ഇവിടെ നിന്ന് അപ്പുറത്ത് നോക്കുമ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ ബൂട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് കാണലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ വെച്ചതാണ് ഇത്. കാരണം താഴെ വീഴോ അതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ്ങിലേക്കുള്ള നൈറ്റിലേക്കുള്ള ചിക്കനൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് പീസ് ഉണ്ടല്ലോ, അത് ഇച്ചൂക്കും നമ്മൾ മറ്റേ ഇതിലേക്ക് ഫ്രൈഡ് റൈസൊക്കെ ആക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. സോയ സോസും പെപ്പറും സോൾട്ട് പെപ്പർ എന്താണ് അതന്നെ അങ്ങനെ തന്നെ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇച്ചുവിൻ്റെ ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ടാക്കും. അതെന്താണ്? ഹൗസ് അല്ല, ബൈത്തുൻ. മാമന്റെ പൊന്നല്ലേ. അറബി പഠിച്ചാലല്ലേ നമുക്ക് മദ്രസൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അറബി പഠിക്കണം, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഒക്കെ വേണം. ഓക്കെ. Something missing? Oh no. Are you cucumber? എനർജി വന്നല്ലോ, അൽഹംദുലില്ലാ. എനർജി ഓക്കെ ആയി, എനർജി ഫുള്ള്. നീ പറഞ്ഞല്ലേ എനർജി ഞാൻ കാണിച്ചു തരാം. എനർജി ഇത്രൂ, ബാക്കി ഒന്നും കൂടി പാടിക്കാം, ഒന്നും കൂടി പാടിക്കാം. റബ്ബ് റബ്ബി കുല്ലു ഹൈറിൻ സംതിങ് കുറച്ച് ദിവസമൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ആൾക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. എനർജി ലോസായി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ ഷൂവൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ചെറിയൊരു തണുപ്പുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി നൈറ്റിലേക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.